ഈ പണ്ടൊക്കെ ഡബ്ബിംഗ് ഒക്കെ ചെന്നൈയിലേക്ക് പോകണം അങ്ങനെയാണല്ലോ. അതെങ്ങനെയായിരുന്നു ആ ഒരു ജീവിത യാത്ര? പണ്ട് ചെന്നൈ പോകണം, ട്രെയിനിൽ വലിയൊരു കടമ്പയായിരുന്നു. അത് എങ്ങനെയാണ് ഓർത്തെടുത്ത്? അത് ഷൂട്ടിങ്ങിന് പോകും പോലെ തന്നെ, മാറ്റമൊന്നുമില്ല ഷൂട്ടിങ്ങിന്. പക്ഷേ അവിടെ 2-3 ദിവസം താമസിക്കേണ്ടി വരും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡബ്ബിങ് ചെയ്യുക. അത് മദ്രാസിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്തല്ലേ, തിരുവനന്തപുരത്ത് എറണാകുളത്ത് എവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ എല്ലാം തൊട്ടടുത്തല്ലേ, മദ്രാസിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മദ്രാസിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒക്കെ ടിക്കറ്റ് കിട്ടും. അന്ന് ഏജൻസി പോലെ ഇത്ര ആർട്ടിസ്റ്റുകൾക്ക് ടിക്കറ്റ്, എന്ത് ബുക്കിംഗ് ആയാലും നിങ്ങളുടെ ഡബ്ബിങ്ങിന്റെ സമയത്ത് ഒരാളെ ഏൽപ്പിച്ചാൽ ടിക്കറ്റ് കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലായിരുന്നു? ടിക്കറ്റ് കൊണ്ടുതരും, ഫോണില്ലല്ലോ. അവർ നമ്മളോട് പറയും അവിടെ ഇന്ന സ്ഥലത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറയും. അങ്ങനെ അവർ ടിക്കറ്റ് കൊണ്ടുവന്ന് കയ്യിൽ തരും. ആ യാത്ര ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. രസമായിരുന്നു. നമ്മൾ അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്, പിന്നെ സെക്കൻഡ് AC, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് ACയോ അതൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കളഞ്ഞു. ഫസ്റ്റ് ക്ലാസ് AC അല്ല കേട്ടോ, ഫസ്റ്റ് ക്ലാസ് അതിൻ്റെ അകത്ത് AC ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആണ്. പക്ഷെ ഒറ്റയ്ക്ക് ചിലപ്പോൾ നമ്മൾ 2 സ്ത്രീകളൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 4 സീറ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതങ്ങോട്ട് ലോക്ക് ചെയ്യും. അന്നൊന്നും പക്ഷേ ഭയങ്കര സുരക്ഷിതത്വമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെയൊക്കെ യാത്ര ചെയ്തില്ലേ എന്ന് പേടി വരും.